കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? എ. പോളണ്ട്, ബി. റഷ്യ, സി. ജർമ്മനി, ഡി. ഫ്രാൻസ്. കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം സി. ജർമ്മനി. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? എ. ഫ്രാൻസ്, ബി. അമേരിക്ക, സി. ജർമ്മനി, ഡി. ബ്രിട്ടൻ. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം എ. ഫ്രാൻസ്. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എ. അൻവർ സാദാത്ത്, ബി. മുഹമ്മദ് നജീബ്, സി. അബ്ദുറഹ്മാൻ, ഡി. അബ്ദുൽ നാസർ. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ബി. മുഹമ്മദ് നജീബ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? എ. 1949 നവംബർ 1, ബി. 1949 ജനുവരി 26, സി. 1950 ജനുവരി 26, ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഉത്തരം ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? എ. എസ്. സി. മുഖർജി, ബി. ജെ. പി. കൃപലാനി, സി. സച്ചിദാനന്ദ സിൻഹ, ഡി. രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? ഉത്തരം സി. സച്ചിദാനന്ദ സിൻഹ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? എ. USA, ബി. USSR, സി. UK, ഡി. കാനഡ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം എ. USA. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടില്ലാത്തത്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. അവശിഷ്ടാധികാരം, സി. റിപ്പബ്ലിക്, ഡി. ഫെഡറൽ സംവിധാനം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്ത? ഉത്തരം സി. റിപ്പബ്ലിക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോരിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? എ. എച്ച്. സി. മുഖർജി, ബി. മൊറാർജി ദേശായി, സി. ജവഹർലാൽ നെഹ്റു, ഡി. രാജേന്ദ്ര പ്രസാദ്. ഉത്തരം എ. എച്ച്. സി. മുഖർജി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? എ. ചരൺ സിംഗ്, ബി. മൊറാർജി ദേശായി, സി. ഇന്ദിരാഗാന്ധി, ഡി. ചന്ദ്രശേഖർ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം സി. മൊറാർജി ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ. ജുനാഗഡ്, ബി. ഹൈദരാബാദ്, സി. കാശ്മീർ, ഡി. അലഹബാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി. അലഹബാദ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്?
എ 1955, ബി 1951, സി 1953, ഡി 1959. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം എ 1955. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൻ ഓഫ് പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ 2018, ബി 2012, സി 2019, ഡി 2016. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ബി 2012. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? എ 18-ാം അനുച്ഛേദം, ബി 19-ാം അനുച്ഛേദം, സി 20-ാം അനുച്ഛേദം, ഡി 21-ാം അനുച്ഛേദം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം ഡി 21-ാം അനുച്ഛേദം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? എ മണ്ടാമസ്, ബി പ്രൊഹിബിഷൻ, സി കോ വാറന്റോ, ഡി ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് ഏത്? ഉത്തരം സി കോ വാറന്റോ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ 40, ബി 39, സി 37, ഡി 34. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ 40. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? എ സൈബീരിയൻ കടുവ, ബി സിംഹം, സി ചീറ്റ, ഡി പുലി. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം എ സൈബീരിയൻ കടുവ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? എ നേപ്പാൾ, ബി ചൈന, സി ഭൂട്ടാൻ, ഡി റഷ്യ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? ഉത്തരം ബി ചൈന. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? എ പമ്പ, ബി നെയ്യാർ, സി ഭാരതപ്പുഴ, ഡി കല്ലട. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം സി ഭാരതപ്പുഴ. ഭൂമിയുടെ കാന്തിക ശക്തി അനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? എ മണ്ണിര, ബി പാറ്റ, സി അണലി, ഡി ഒച്ചി. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? ഉത്തരം ഡി ഒച്ചി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? എ ഫറൂഖ്, ബി തലശ്ശേരി, സി കണ്ണൂർ, ഡി കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡി കോഴിക്കോട്. ഏതു ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനേറ്റ്? എ ടൈറ്റാനിയം, ബി ഇരുമ്പ്, സി ചെമ്പ്, ഡി ഈയം. ഏതു ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്?
ഉത്തരം എ ടൈറ്റാനിയം. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? എ തലശ്ശേരി, ബി മദ്രാസ്, സി കണ്ണൂർ, ഡി അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? ഉത്തരം ബി മദ്രാസ്. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? എ കങ്കാരു, ബി കരടി, സി ഗോറില്ല, ഡി ബീവർ. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? ഉത്തരം സി ഗോറില്ല. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? എ പോർച്ചുഗീസുകാർ, ബി ബ്രിട്ടീഷുകാർ, സി ഡച്ചുകാർ, ഡി ഫ്രഞ്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഉത്തരം സി ഡച്ചുകാർ. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? എ ഇടുക്കി, ബി എറണാകുളം, സി പാലക്കാട്, ഡി വയനാട്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഉത്തരം സി ഇടുക്കി. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? എ ചണം, ബി റബ്ബർ, സി പുകയില, ഡി കരിമ്പ്. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? ഉത്തരം ബി റബ്ബർ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ തോംസൺ, ബി ന്യൂട്ടൺ, സി അരിസ്റ്റോട്ടിൽ, ഡി ഇവരാരുമല്ല. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി അരിസ്റ്റോട്ടിൽ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഡി ജമ്മു കാശ്മീർ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഡി ജമ്മു കാശ്മീർ. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? എ സാമ്പത്തിക ശാസ്ത്രം, ബി സാഹിത്യം, സി സമാധാനം, ഡി രസതന്ത്രം. ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം എ സാമ്പത്തിക ശാസ്ത്രം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? എ പള്ളിവാസൽ, ബി ചെങ്കുളം, സി പന്നിയാർ, ഡി കുറ്റ്യാടി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ബി ചെങ്കുളം.